നമസ്കാരം. തെക്കുവടക്കിലേക്ക് സ്വാഗതം. ഞാൻ വി കെ ചെറിയൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സുഹൃത്ത് ശ്രീ ദാമോദർ പ്രസാദ്, കോഴിക്കോട് നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ പ്രൊഫഷണൽ കോളേജിൽ നടന്ന ഒരു ജാതി അധിക്ഷേപം എന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു മരണത്തെക്കുറിച്ചാണ്. കേരളത്തിലെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഒരു വെറ്റിനറി കോളേജിലെ, പ്രൊഫഷണൽ കോളേജസിലാണ് ഇത് കൂടുതലും ഉണ്ടാകുന്നത്. അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ യൂണിയൻ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഒന്നുമില്ല. സാധാരണ കോളേജുകളിൽ അത്രയും ഇതുപോലുള്ള ദാരുണ സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. അതുകൊണ്ടോ എന്താണെന്ന് ദാമോദർ പ്രസാദ് അക്കാഡമിഷ്യനാണ്, അദ്ദേഹത്തിന് ശരിക്കും അറിയാൻ പറ്റും. അതുതന്നെയാണ് ഞങ്ങളുടെ ചർച്ച. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? നവോത്ഥാനം ഒക്കെ കഴിഞ്ഞ് ശ്രീനാരായണ ഗുരുവിൻ്റെ മൂവ്മെൻറ്റ്, ചട്ടമ്പി സ്വാമികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നവോത്ഥാനം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും ജാതിയെ തിരിച്ചു പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നില്ലേ ദാമോദർ? താങ്കൾ എന്താണ് കാണുന്നത്? താങ്കൾ ഒരു അക്കാഡമിഷ്യനായതുകൊണ്ട് ക്യാമ്പസുകൾ എന്തൊക്കെ നടക്കുന്നു എന്ന് വളരെ കൃത്യമായി അറിയാമല്ലോ. എന്താണ് താങ്കൾക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത്? കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ ജാതി അധിക്ഷേപം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ആദ്യ തവണയല്ല. MG യൂണിവേഴ്സിറ്റിയിലെ ഒരു റിസർച്ച് സ്കോളർ, ഞാൻ അവരുടെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല, റിസർച്ച് സ്കോളർ തീസ് സബ്മിഷനുമായി ബന്ധപ്പെട്ട് തൻ്റെ ഗൈഡ് തന്നെ ബുദ്ധിമുട്ടിച്ചത് ജാതീയമായ രീതിയിൽ തനിക്ക് പ്രതിഫലം ഉണ്ടാക്കിയത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, കേരളത്തിലെ ഈ പ്രൊഫഷണൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ തുടക്കം മുതൽ തന്നെ രജനി ആസാനന്ദിൻ്റെ ആത്മഹത്യ, ഇതെല്ലാം ഞാൻ പക്ഷേ ആരാണ് ആത്മഹത്യ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ വരുന്നവരല്ല, വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ വരുന്നവരാണ് പലപ്പോഴും ഈ ആത്മഹത്യകളിലേക്ക് നയിക്കപ്പെടുന്നത്. രജനി ആസാനന്ദിന് ലോൺ അനുവദിക്കാനായി അവർക്ക് ആത്മഹത്യ കേരളത്തെ മുഴുവൻ നടുക്കിയതാണ്. അന്ന് ഈ ലോൺ അനുവദിക്കാത്ത ബാങ്കും തുടങ്ങി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അതിന് പിന്നെ സർക്കാർ തന്നെ ചില പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടായി. പിന്നീട് നമ്മൾ കാണുന്നത് ജിഷ്ണുവിൻ്റെ നെഹ്റു ആർട്സ് കോളേജിൽ ഇതുപോലെ തന്നെ അമ്മ മഹിജയുടെ ജിഷ്ണുവിൻ്റെ മകൻ, അവിടെ സെൽഫ് ഫൈനാൻസ് കോളേജിൻ്റെ സെൽഫ് ഫൈനാൻസ് കോളേജിൻ്റെ ഈ മാനേജ്മെൻറ്റിൻ്റെ അവിടെ അന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് കേരളത്തിലെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ ഇടിമുറി അതിപ്പോഴും ഉണ്ടെന്നറിയില്ല, ഇടിമുറിയുള്ള വിവരം. അവിടെ ജിഷ്ണു സത്യം പറഞ്ഞ ജിഷ്ണു കൊല ചെയ്യപ്പെടുക എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നീട് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ് സിദ്ധാർത്ഥിൻ്റെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് ഒരു വെറ്ററി യൂണിവേഴ്സിറ്റിയിലാണ്. അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടായിരുന്നു, വിദ്യാർത്ഥി സംഘടനാ ബന്ധങ്ങളെക്കുറിച്ച് പറയാം. അതിൻ്റെ അകത്ത് സിദ്ധാർത്ഥനെ റാഗ് ചെയ്തവരിൽ പല ആൾക്കാർ ഒരു വിദ്യാർത്ഥി സംഘടനയെ ബന്ധപ്പെട്ടവരാണെന്നൊക്കെ വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ്. അതിൽ നിശബ്ദമായ പങ്കാളികളായ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൂട്ടുനിൽക്കരുത്. പക്ഷെ അത് തീരെ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ശ്രദ്ധിക്കാതിരുന്ന അന്നത്തെ ഉത്തരവാദപ്പെട്ട ഡീൻമാരൊക്കെ തന്നെ രാഷ്ട്രീയ ബന്ധങ്ങളുള്ളവരാണെന്ന് പിന്നീട് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള കാര്യമാണ്. ഇനി എന്തൊക്കെ വിഷയങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പോകുന്നു എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഏറ്റവും അവസാനം നമുക്കുണ്ടായ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂരെ അഞ്ചരക്കണ്ടിയിലെ മെഡിക്കൽ കോളേജിൽ ഡെന്റൽ കോളേജിലാണ് നമ്മൾ ഒരു വിദ്യാർത്ഥി, നിതിൻ രാജ് എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. നിതിൻ രാജ്, അദ്ദേഹത്തിൻ്റെ ശബ്ദമൊഴി നമ്മുടെ അടുത്തുള്ളത്. ആ ശബ്ദമൊഴിയിൽ പറയുന്നത് തന്നെ 2 അധ്യാപകർ, അവരുടെ പേര് പറയുന്നതിൽ നമുക്ക് മടിയൊന്നും ആവശ്യമില്ല, AK റാം, സംഗീത നമ്പ്യാർ, ഈ 2 അധ്യാപകർ. അതിൽ AK റാമിനെ കുറിച്ചാണ് കൂടുതൽ വ്യക്തമായിട്ട് പറയുന്നത് കൊണ്ട് മറ്റവരെ കുറിച്ച് അവർ കൃത്യമായി ജാതി ആക്ഷേപിച്ചു അങ്ങനെ അധിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല എന്നാണ് ചിലർ സൂചിപ്പിക്കുന്നത്. എന്തായാലും AK റാം എന്ന അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിലയുടെ പേരിലൊക്കെ തന്നെ അധിക്ഷേപിക്കുന്നത് ഒരു മാനസികമായി അദ്ദേഹം നിരന്തരമായി പീഡനത്തിന് വിധേയമാക്കി എന്നാണ് ആ കുട്ടിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആ പീഡനത്തിന് ഒരു മാനസികമായി തകർന്ന നിതിൻ രാജ് നമ്മളൊരിക്കലും ആഗ്രഹിക്കാത്ത വിധത്തിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യാനുണ്ടായത്. ആ വീട്ടിലെ ഒരു പ്രത്യാശയായിരുന്നു, നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടി ആത്മഹത്യ ചെയ്യുണ്ടായത്. പിന്നീട് നമുക്ക് മനസ്സിലായ കാര്യം, ഇന്നത്തെ ദിവസങ്ങളിലൊക്കെ ആ കോളേജിൽ പോയി നമ്മുടെ മാധ്യമപ്രവർത്തകർ അവിടുത്തെ മറ്റു വിദ്യാർത്ഥികളെയൊക്കെ കണ്ടപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും വ്യക്തമായി ക്യാമറയ്ക്ക് മുമ്പാകെ വന്ന് പറയുന്നുണ്ട്, ഈ അധ്യാപകൻ AK റാം ക്ലാസ്സിൽ ചില പെൺകുട്ടികളെ ശിക്ഷിക്കുന്ന ആൺകുട്ടികളെ കൊണ്ട് അടുപ്പിക്കുക,
എന്തൊരു വികൃതമായ മാനസികാവസ്ഥയാണ് അദ്ദേഹത്തിന്, എനിക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ജാതീയം അധിക്ഷേപിക്കുക, നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുക, അങ്ങനെ ഒരു പ്രത്യേകമായ മാനസിക വൈകൃതത്തിന് ഉടമയാണ് ആ മനുഷ്യനെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം അദ്ദേഹം അധ്യാപകൻ എന്ന അധികാരം, അദ്ദേഹത്തിന് ജാതീയം അധികാരം, അദ്ദേഹത്തിന് മാനേജ്മെന്റിന്റെ പിടിപാട് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ അധിക്ഷേപിക്കുകയും അവമാനിക്കുകയും ചെയ്യുക. അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും കുട്ടി പരാതി ഉന്നയിക്കുകയാണെങ്കിൽ അവർ ഇന്റേണൽ എന്ന ശക്തമായ ഒരു ആയുധമാണ് പലപ്പോഴും നമ്മുടെ അധ്യാപകരെടുത്ത്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പ്രായോഗികമായിട്ട് നടക്കാത്തതിന് കാരണം അവിടെ ഇന്റേണൽ ഉണ്ടെങ്കിലും ഇന്റേണൽ അങ്ങനെ നിയന്ത്രിക്കാനില്ല. ഒന്നാമതും അധ്യാപകർക്ക് പ്രത്യേക അക്കൗണ്ടബിലിറ്റി ഉണ്ട്. കാര്യം ഒരു അധ്യാപകൻ, അധ്യാപക സംഘടനകളുണ്ട്, അധ്യാപകർ തന്നെ കുറെ ഒരു പ്രബുദ്ധര സ്വഭാവമുള്ളവരാണ്. അവരങ്ങനെ രീതിയിൽ കുട്ടികളെ, ഞാൻ പൂർണ്ണമായിട്ട് എല്ലാവരും അങ്ങനെയാണെന്ന് പറയാം, പക്ഷെ എന്നാലും പൊതുവിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. പിന്നെ ആർട്സ് ആൻഡ് കോളേജിൽ സംഘടനകൾ ശക്തമാണ്, അവിടെ രാഷ്ട്രീയമായിട്ടുള്ള അവബോധമുണ്ട്, അതുകൊണ്ട് അവിടെ അത്രയും പ്രായോഗികമായിട്ട് നടക്കണമെന്നില്ല. പക്ഷേ ഇതൊക്കെ അടഞ്ഞ സ്ഥലങ്ങളിൽ, വളരെ ക്ലോസ്ഡ് ആയ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് സെൽഫ് ഫൈനാൻസിങ് സ്ഥാപനങ്ങളിലാണ് അവിടെ രാഷ്ട്രീയ സംഘടനയില്ല, പരാതിപ്പെടാൻ യാതൊരു മാർഗ്ഗമില്ല, പരാതിപ്പെട്ട ഇന്ത്യൻ മാർക്ക് കുറയ്ക്കും, അല്ലെങ്കിൽ വഴിമധ്യപര വിദ്യാഭ്യാസത്തിന് തടയപ്പെടും. അങ്ങനെ 6 സെമസ്റ്റർ കഴിഞ്ഞ വിദ്യാർത്ഥി, 3 വർഷം കഴിഞ്ഞ് 6 സെമസ്റ്റർ കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും പരാതി കൊടുത്തെങ്കിൽ കോളേജിൽ പോകേണ്ടി വരുന്ന ഇത്രയും കാലത്ത് ജീവിതം വെറുതെ വ്യർത്ഥമായി. അപ്പോൾ അവരാരും പരാതിയില്ല. അപ്പോൾ ഇത്തരം ഒരു അന്തരീക്ഷം കേരളത്തിൽ മാനേജ്മെന്റുകളും ഇതുപോലെ നിക്ഷിപ്ത താല്പര്യമുള്ള വർണ്ണപരിയന്മാരായിട്ടുള്ള മാനസികമായിട്ട് കുട്ടികളെ പീഡിപ്പിക്കുന്ന അധ്യാപകരെ കൂടി ചേർന്ന് സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനൊരുപാട് ഇരകൾ, ഇനി മറ്റൊരു ഇര നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ. ആ ഇര ഉണ്ടാവാതിരിക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരു കാര്യം കൂടി സർ വ്യക്തമാക്കേണ്ടതുണ്ട്. കാര്യം UGC രോഹിത് വെമുല ആക്ട് കൊണ്ടുവരികയും പിന്നീട് പല സമ്മർദ്ദങ്ങളുടെ പേരിൽ പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ കർണാടക സർക്കാർ അടുത്ത കാലത്ത് രോഹിത് വെമുല ആക്ട് നടപ്പാക്കിയിട്ടുണ്ട്. UDFന്റെ മാനിഫെസ്റ്റോയിലും രോഹിത് വെമുല ആക്ട് ഉണ്ട്. പക്ഷേ ഈ ജാതീയമായ അട്രോസിറ്റി കേരളത്തിൽ ഇല്ല എന്ന് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടുതൽ കേരളത്തിലില്ല എന്ന് പറയുന്ന അർത്ഥമില്ല. കാര്യം ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ഇതിനെതിരെ ഒരു ഇന്റേണൽ മെക്കാനിസം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. നടപടിയെടുക്കാൻ, അതിന് ശിക്ഷാപരമായ നടപടിയെടുക്കാൻ അധ്യാപകർ ഇത്തരം കാര്യങ്ങളിൽ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർക്കെതിരെ ഒരു നിയമപരമായി തന്നെ സംവിധാനം നിലവിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് അടിയന്തരമായി കേരള സമൂഹം ആലോചിക്കേണ്ട സമയമായിരിക്കും. അവിടെയാണ് ഈ ഇന്ത്യയുടെ ഇതുപോലെയുള്ള ടെൻഷൻ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, പ്രൊഫഷണൽ കോളേജസിൽ, IITസിൽ എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഡൽഹി IITയിൽ എൻ്റെ സുഹൃത്തിൻ്റെ മകൻ അവിടെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം കുറച്ച് നാൾ വാർഡനുമായിരുന്നു ഒരു ഹോസ്റ്റലിൻ്റെ. അദ്ദേഹം അനുഭവിച്ച മാനസിക വ്യഥ, കാര്യം വെച്ചാൽ പുതിയ ബാച്ചുകൾ വരുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി ആരെങ്കിലും വൾണറബിൾ ആയിട്ടുണ്ടോ, ഇങ്ങനെ ബുള്ളിങ്ങിനും അല്ലെങ്കിൽ ജാതിപരമായ ആക്ഷേപത്തിനും വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടോ എങ്കിൽ അവരെ കണ്ടുപിടിച്ച് കൗൺസിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി. അതിൻ്റെ ടെൻഷൻ സഹിക്കാതെയാണ് അദ്ദേഹം അവിടുന്ന് മാറുകയും ചെയ്തത്. അതായത് കേരളത്തിൽ ഇങ്ങനെ ഒരു മെക്കാനിസം, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് പോലും നമ്മൾ അംഗീകരിക്കുന്നില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ. അതുകൊണ്ടല്ലേ ഇതൊക്കെ നടക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് നമ്മൾ അന്വേഷിക്കുന്നില്ല. നമ്മൾ അറിഞ്ഞാൽ പോലും ഒരുപക്ഷെ നിങ്ങൾ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ വെറ്റിനറി കോളേജിലാണ് സിദ്ധാർത്ഥൻ്റെ നടന്നത്, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ സെൽഫ് ഫൈനാൻസിങ് കോളേജിലാണ് ഇത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാര്യം സെൽഫ് ഫൈനാൻസിങ് കോളേജ് പലപ്പോഴും ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. അവിടെ മാനേജ്മെന്റ് പരിപൂർണമായ അധികാരമുണ്ട്, അധ്യാപകർക്ക് പരിപൂർണ്ണ അധികാരമുണ്ട്. അവിടെ കുട്ടികൾ പലപ്പോഴും നിശബ്ദരാക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലാണ് ഇത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാര്യം ഇത് മാത്രമല്ല, പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും കുട്ടികൾ വിധേയമുണ്ട്. ഫീസ് കൃത്യമായി കൊടുക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദം, നമ്മൾ അറിയാതെ പോകുന്ന, ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പോകുന്ന, അറിയാതെ പോകുന്ന കുട്ടികൾ പരാതിപ്പെട്ടാൽ അവർക്ക് പ്രതിസന്ധി നേരിടുന്ന കാരണം കൊണ്ട് പലതും നമ്മൾ അറിയുന്നില്ല. ഇതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും കുട്ടികളുടെ ബന്ധങ്ങളെ കൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടികളുടെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ച്, ഇപ്പോൾ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡറോ അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത സെക്ഷൽ ഓറിയന്റേഷൻ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ക്യാമ്പസിൻ്റെ അകത്ത് ജീവിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കും. ഇതുപോലെ യാഥാസ്ഥികരായിട്ട് അധ്യാപകർ സമൂഹത്തിൻ്റെ കാര്യം, സമൂഹം മാറുന്നതനുസരിച്ച്, സമൂഹത്തിൽ വരുന്ന മാറ്റം അനുസരിച്ച് മാറാതെ ഏതോ പഴയ യുഗത്തിൽ 19ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വിദ്യാഭ്യാസ സമ്പന്നരൊക്കെ, പക്ഷേ 19ാം നൂറ്റാണ്ടിലെ മനസ്സ് വെച്ച് ജീവിക്കുന്ന കുറെ അധ്യാപകർ ഈ ക്യാമ്പസ് നിലവിലുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം ആൾക്കാർ അവിടെ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് പുതിയ മാറിയ ലോകത്തെക്കുറിച്ചും കുട്ടികളുടെ പുതിയ വന്ന മാറ്റത്തെക്കുറിച്ചും ഒന്നും തന്നെ അറിയില്ല. അവർ പഴയ മനോഭാവം വെച്ചുകൊണ്ട്, അവരുടെ പഴയ അധികാരത്തിന്റെ ശീലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നടപ്പാക്കുകയാണ്. ഈ അടുത്ത സർവ്വ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യസഭയിൽ പ്രശ്നം ഉന്നയിക്കുന്നു ഇന്ത്യയിലെ വിദ്യാർത്ഥി ആത്മഹത്യകളെ കുറിച്ച്. ഇന്ത്യയിലെ വിദ്യാർത്ഥി ആത്മഹത്യകളെ കുറിച്ച് നമുക്ക് ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ വളരെയധികം കൂടിയിരിക്കുന്നു. IITകളിൽ നിന്നൊക്കെ വ്യാപകമായിട്ട് റിപ്പോർട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വ്യക്തമായ കണക്ക് കേന്ദ്ര സർക്കാർ ജോൺ ബ്രിട്ടാസിന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലപ്പോഴും നടക്കുന്ന ആത്മഹത്യകൾ
ജാതീയമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ അതുതരത്തിലുള്ള അതുപോലെ അധിക്ഷേപങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് അവർ വലിയ മാനസിക സമ്മർദ്ദം നേരിടുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ചില സമൂഹത്തിലെ പ്രാന്തവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ വരുന്ന കുട്ടികളെ കുറിച്ചുള്ള മുൻവിധികൾ പലപ്പോഴും ഉണ്ട്. ഇത് മദ്രാസ് IIT-യിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ്. മദ്രാസ് IIT മുമ്പൊരു അത് ഹ്യൂമാനിറ്റീസിലെ ഒരു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയെ ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ഇത് വ്യാപകമായി പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമെങ്കിൽ ഈ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും അപ്രമാദിത്വം അതിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. പിന്നെ ഇവിടെ തന്നെ പരിപൂർണമായി അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു. ഇവിടെ പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യം കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ വളരെ സജീവമായിരുന്നു. പക്ഷേ ആ കാലഘട്ടം പഴയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുതിയ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാര്യം ഒന്നാമത് സെൽഫ് ഫൈനാൻസ് കോളേജ് രാഷ്ട്രീയ മാതൃകയ്ക്ക് മാറി, ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തന സ്വഭാവം മാറി. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രബുദ്ധമായ രീതിയിൽ ഇപ്പം നമ്മളെ മനസ്സിലാക്കുക ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് അത് ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അന്താരാഷ്ട്ര കാര്യങ്ങളെക്കുറിച്ചും സാർവദേശീയമായ കാര്യങ്ങളെക്കുറിച്ചും സാമൂഹിക കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന പരസ്പര സംവാദ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെ ക്യാമ്പസൊക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയ സ്വഭാവം മാറി കുറേ ഇവന്റുകളും ആഘോഷങ്ങളൊക്കെയാണ്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ അതൊക്കെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യം സംശയം. അതുപോലെ വിദ്യാർത്ഥി നേതാക്കളിൽ തന്നെ വിദ്യാർത്ഥി സംഘടന നേതാക്കൾ തന്നെ ആ നിലയിൽ ഒരു പ്രബുദ്ധമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഔന്നത്യം നമ്മളൊക്കെ നമ്മുടെ കാലഘട്ടത്തിലെ പല നേതാക്കൾക്കൊക്കെ നമ്മളറിയാം നന്നായി വായിക്കുന്നവർ. അത് ഞാൻ പറയാം, എനിക്ക് മുമ്പുള്ള കാലഘട്ടത്തിലാണ് CP ജോൺ, സുരേഷ് കുമാറൊക്കെ എൻ്റെ ഏട്ടന്മാരുടെ കാലം. പക്ഷെ എൻ്റെ കാലഘട്ടത്തിൽ പല നേതാക്കളും അവരിന്ന് രാഷ്ട്രീയരംഗത്തൊക്കെ ഉള്ള ആൾക്കാരാണ്. അവരൊക്കെ വളരെ നന്നായി വായിക്കുന്നവരായിരുന്നു. വളരെ നന്നായി വായിക്കുന്നവരും വളരെ നന്നായി ചിന്തിക്കുന്നവരൊക്കെ ആയിരുന്നു. അത് രാഷ്ട്രീയ സംവാദങ്ങൾ ഏർപ്പെടുന്നവർ. അങ്ങനെ ഒരു ജനറേഷൻ ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം നേരിടുമ്പോൾ ഞാൻ തെറ്റായിരിക്കും. അത് പുതിയ എക്സ്പോഷറൊക്കെ കിട്ടുന്നതനുസരിച്ച് മാറിയും. പക്ഷെ എനിക്ക് തോന്നുന്നു സർക്കാരുകൾ അടിയന്തരമായി എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കൗൺസിലേഴ്സിനെ വെക്കേണ്ട കാലം അത് കഴിഞ്ഞില്ല. അതായത് ഇങ്ങനെ ഉണ്ടെങ്കിൽ കൗൺസിലേഴ്സിനാണ് അവർക്ക് ഒരു ആൾക്കാർക്ക് സ്റ്റുഡൻസിന് പോകാം. ടീച്ചേഴ്സിന് ഇങ്ങനെ പ്രശ്നമുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരോട് പറയാം, അവരെ വിളിപ്പിക്കാം, അവരുമായിട്ട് സംവാദം നടത്താം, അല്ലെങ്കിൽ അവരെ കോഷൻ ചെയ്യാം. ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ. അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് IITs അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്കറിയാം ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇതൊരു ഫാക്ടറാണ്. പ്രത്യേകിച്ച് വളരെ ബ്രൈറ്റായിട്ടുള്ള കൺട്രീസായിട്ട് അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ നിന്നും ചെറിയ സിറ്റിയിൽ നിന്നും വരുന്ന സ്റ്റുഡൻസിന് ലോവർ കാസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതൊരു അക്സെപ്റ്റഡ് ഫാക്റ്റാണ്. പക്ഷെ അതിനെ നേരിടുന്നത് ഇങ്ങനെയുള്ള സയൻറ്റിഫിക് അല്ലെങ്കിൽ ചിന്ത കൊണ്ടും ഇതിനകത്തൊരു മനഃശാസ്ത്ര സമീപനം കൊണ്ടും മാത്രമാണ് എന്ന് പല ഇൻസ്റ്റിറ്റ്യൂഷൻ തെളിയിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് കേരളത്തിലെ സർക്കാരുകൾ, എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും സർക്കാർ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. വളരെ ശരിയാണ്. അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ് ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റുകളെ നിർബന്ധമായിട്ടും കൗൺസിലറായിട്ട് എല്ലാ സ്കൂളുകൾ പലതും നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് സ്കൂളുകൾ പലതും അത് വരുന്നിട്ടുണ്ട്. കാരണം ഈ കുട്ടികളുടെ ഈ അധ്യാപകരുമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ മാത്രം, അധ്യാപക അധിക്ഷേപം മാത്രമല്ല, കുട്ടികൾക്ക് തന്നെ മനസ്സ് തുറക്കാൻ, അവരുടെ താല്പര്യങ്ങൾ പറയാനും, അവർ ചിലപ്പോൾ വീട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കാം, അവർ ചെയ്യുന്ന വ്യക്തിപരമായിട്ടുള്ള ചില ദുരനുഭവങ്ങളായിരിക്കാം, ഇതൊക്കെ സംസാരിക്കാൻ വളരെ ഓപ്പൺ ആയിട്ടുള്ള കുട്ടികൾക്ക് സമീപിക്കാവുന്ന രീതിയിൽ ഉള്ളൊരു മെക്കാനിസം, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം, പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം Day 1 മുതൽ, അതായത് 1ാം സെമസ്റ്ററിൽ വിദ്യാർത്ഥികൾ കയറുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടികൾക്ക് അത് വേണം. അവരോട് പോയി സംസാരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. പലപ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൗൺസിലിൽ പോയി കൗൺസിലറോട് കാര്യം പറയുമ്പോൾ അത് പിന്നീട് നടപടിയായി മാറുമോ എന്നൊരു ഭയം കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത്തരമൊരു പുതിയൊരു കൗൺസിലിംഗ് രീതി സൈക്കോളജിസ്റ്റുകളുടെ പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കൗൺസിലിംഗ് രീതി അവലംബിക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും കൗൺസിലിംഗ് കൊടുക്കേണ്ടതുണ്ട്. കാര്യം നമ്മളെ പല അധ്യാപകർ അവർ വിദ്യാഭ്യാസ സമ്പന്നരായിരിക്കും, അവർക്ക് ബിരുദങ്ങളുണ്ടായിരിക്കും, അവർക്ക് PhD ഉണ്ടായിരിക്കാം. പക്ഷെ അവർ ഈ പുതിയ കാലം ജീവിക്കാൻ പ്രാപ്തരല്ല. അവർ മാറിയ സമൂഹത്തെക്കുറിച്ച് അറിയുന്നില്ല. അവർക്ക് ഇന്ന് ഈ AK റാം എന്ന മനുഷ്യൻ, അദ്ദേഹം നല്ല വിദ്യാസമ്പന്നനായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് ബോഡി ഷേമിങ് എന്താണ് ഇതുവരെ മനസ്സിലായിട്ടില്ല. അയാൾക്ക് അതിന്റെ വിഷമം മനസ്സിലായിട്ടില്ല. ജാതി ഷേവിങ് നടത്തുന്ന എന്തൊരു വലിയ കാര്യമായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ അപ്രമാദത്തിന് ഓരോ കുട്ടികളെ അപമാനിച്ചുകൊണ്ടായിരിക്കും.
അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു കൗൺസിലിംഗ്, നിർബന്ധമായ കൗൺസിലിങ്ങും അവരെ നിർബന്ധമായിട്ട് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇതുപോലെ ഒരു റാമായിരിക്കില്ല. അതുപോലെ ഒരുപാട് പേർ നമ്മുടെ ക്യാമ്പസിലുണ്ട്. അവർക്ക് ഇത്തരം ശിക്ഷ, ഞാൻ പറഞ്ഞ അവരെ സംബന്ധിച്ചിടത്തോളം ശിക്ഷാ നടപടികൾക്ക് ഈ വരുന്നതിന് മുമ്പ്, അതായത് കുട്ടി ആത്മഹത്യ ചെയ്യുന്ന പിന്നെ ശിക്ഷാ നടപടികളിൽ പോയി അർത്ഥമില്ല. കാര്യം കുട്ടി ആത്മഹത്യ ചെയ്തു, അത് അത്രയും നഷ്ടം സംഭവിച്ചു. പക്ഷെ അതിനു മുമ്പ് തന്നെ അത്തരം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകർക്ക് നിർബന്ധമായും ഇതുപോലെ കൗൺസിലിംഗ് എല്ലാ വർഷവും കൊടുക്കണം. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വർഷവും എനിക്ക് തോന്നുന്ന അമേരിക്കയിലൊക്കെ ചെയ്യുന്നത്, ഡെവലപ്ഡ് നേഷൻസിൽ എല്ലാ വർഷവും സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഈ മെൻ്റൽ അസസ്മെൻറ്റ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അതായത് അവർക്ക് പ്രശ്നമുള്ള ടീച്ചേഴ്സിനെ അവരെ വാൺ ചെയ്യും, കുട്ടികളെ പ്രത്യേക കൗൺസിലിങ്ങിന് വിധേയമാക്കും. അങ്ങനെയൊക്കെയുള്ള സിസ്റ്റം ഉണ്ട് ലോകത്തിലെ ഡെവലപ്ഡ് നേഷൻസിൽ. അതിൻ്റെ പാർട്ടാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇന്നത്തെ സിറ്റുവേഷനിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഹെൽപ്ലെസ് ആയിട്ടുള്ള അധ്യാപകർക്ക് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, എല്ലാ സ്ഥലത്തും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അധ്യാപകർക്കും നോൺ ടീച്ചിങ് സ്റ്റാഫിനും, അതെല്ലാം അധ്യാപകരും നോൺ ടീച്ചിങ് സ്റ്റാഫിനും കുട്ടികളോട് പെരുമാറുന്നതിന് ഒരു ഗൈഡ് ബുക്ക് ഇറക്കുന്ന സമയം അതിക്രമിച്ചു. കാര്യം എങ്ങനെ ജെൻഡർ സെൻസിറ്റീവായ, സോഷ്യലി സെൻസിറ്റീവായ പെരുമാറ രീതികളെ കുറിച്ചിട്ട് ക്ലാസ് റൂമിന്റെ പുറത്തും ലാബിലും ഒക്കെ പ്രവർത്തിക്കുന്ന രീതിയെക്കുറിച്ചൊരു ഗൈഡ് ബുക്ക് എങ്ങനെയാണെന്ന് അത് റിഫ്രഷർ കോഴ്സ് ആയിരിക്കണം. ഒരു പുസ്തകം തന്നെ ഇറക്കാൻ നിർബന്ധമാണ്. കാര്യം അതാണ് നമ്മുടെ സാഹചര്യം അത് ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞിട്ട്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് പഠിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റി. അവിടെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന മിക്ക കക്ഷികളും ട്രൈബൽ സ്റ്റുഡൻസ് ആണ്. പല ട്രൈബുകൾ മിസോറാം മുതൽ അരുണാചൽ പ്രദേശ് വരെ ഉണ്ട്. ഞാനത് 80s 90s കാര്യമാണ് പറയുന്നത്. അവിടെ അവരൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരാണ് മിക്കവാറും ഇവിടെ എത്തുന്നത്, ഡൽഹിയിലെത്തുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അവർ ഡൽഹിയിലെ പ്ലെയിൻസിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ തന്നെ വളർന്ന കുട്ടികളെക്കാളും നല്ല ഇംഗ്ലീഷും നല്ല സോഫിസ്റ്റിക്കേറ്റഡ് പെരുമാറ്റമുള്ള കുട്ടികളാണ്. പക്ഷെ അവർ വരുന്നത് ട്രൈബൽ കോട്ടയിലാണ്. അപ്പോൾ അത് ജോക്ക് എന്താണെന്ന് വെച്ചാൽ, ആരാണ് ഇതിനകത്ത് ട്രൈബൽസ്? അവരാണോ, അത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ഒറിജിനൽ ട്രൈബൽസ് ആണോ, പ്ലെയിൻസിൽ വളരെ റൂഡായിട്ടും ഇങ്ങനെ വളരെ സീനോഫോബിയ ഒക്കെ വെച്ച് പെരുമാറുന്ന ആൾക്കാരാണോ ട്രൈബൽസ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരു ജോക്കായിട്ട് തന്നെ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ നമ്മുടെ പ്രബുദ്ധ കേരളം 100% ലിറ്ററസി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇത്തരം സാമൂഹ്യ വിഷയങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ മനസ്ഥിതികൾ എഡ്യൂക്കേഷനിൽ ഫാക്ടറിൻ ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇതുപോലുള്ള മരണങ്ങൾ കാണിക്കുന്നത്. അത് എല്ലാ വർഷവും ഉണ്ടാകുന്നത് ഒരു പ്രബുദ്ധ സൊസൈറ്റിക്കും ഭൂഷണമല്ല. എത്രയും വേഗം സർക്കാരും സമൂഹവും ഇതിനെ വേണ്ടത് ചെയ്യും എന്ന് പ്രതീക്ഷിക്കട്ടെ. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും